സംഘടിതരായി നിൽക്കുന്നവരെ സഹായിക്കുകയും അസംഘടിതരെ അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് എസ്.എൻ.ഡി.പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. എസ്.എൻ.ഡി.പി യോഗം കൊടകര യൂണിയൻ നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ എസ്.എൻ.ഡി.പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം.എൻ. സോമൻ അധ്യക്ഷത വഹിച്ചു. എസ്.എൻ.ഡി.പി യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരയക്കണ്ടി, ശ്രീനാരായണ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ, അഖില ഭാരതീയ യജ്ഞസമിതി മുഖ്യപുരോഹിതൻ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, യൂണിയൻ ജനറൽ സെക്രട്ടറി കെ.ആർ. ദിനേശൻ, പി.കെ. പ്രസന്നൻ, കെ.വി. സദാനന്ദൻ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, അനൂപ് കെ. ദിനേശൻ, ശ്രീധരൻ നടുവളപ്പിൽ, എൻ.ബി. മോഹനൻ, നന്ദകുമാർ ചക്കമലിശ്ശേരി, പ്രഭാകരൻ മുണ്ടയ്ക്കൽ, പി.കെ. സുഗതൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം യോഗം പ്രസിഡന്റ് ഡോക്ടർ എം.എൻ. സോമനും ഗുരുമന്ദിര സമർപ്പണം ശ്രീധരൻ ജയകുമാറും നിർവഹിച്ചു. കുറച്ച് ശാഖകളുണ്ടെങ്കിൽ പോലും വളരെ ഭംഗിയായി തന്നെ സംഘടനാ പ്രവർത്തനം ഇവിടെ നടത്തുവാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷാത്മകം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നാളെ ഈ ദിനേശൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് രാഷ്ട്രീയക്കാരും ഒക്കെ വരാൻ വേണ്ടി പോകുന്ന വേദിയാണ്. ഈ വേദിയിലെ അടുത്ത സമയത്ത് ഈ രാഷ്ട്രീയക്കാരെല്ലാം പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നൊരു കാര്യം, നാളെ അവർ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നൊരു കാര്യമുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഗുരുദേവൻ, ഏറ്റവും കണ്ട വലിയ വിപ്ലവകാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോരഘോരം അവരൊക്കെ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് നമുക്ക് നാളെ കാണുവാൻ കഴിയും. ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും ക്രിസ്ത്യാനികളുടെ വേദികളിലോ മുസ്ലിങ്ങളുടെ വേദികളിലോ പോയിട്ട് നബിത്തിന് വേണ്ടി അല്ലെങ്കിൽ യേശു ക്രിസ്തു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, വിപ്ലവകാരി ആയിരുന്നു എന്ന് ഇവരാരെങ്കിലും പറയാൻ ശ്രമിക്കുമോ?